വടകരയിൽ സിപിഎം സ്ഥാനാർത്ഥി പി ജയരാജനെ തോൽപ്പിക്കാൻ രാഷ്ട്രീയ അടവുനയവുമായി ആർഎംപി. നേരത്തെ വടകര ഉൾപ്പെടെയുള്ള ആലത്തൂർ, കോഴിക്കോട്, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് ആർഎംപി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സിപിഎമ്മിന്റെ തോൽവി ഉറപ്പാക്കാനുള്ള ഇടപെടൽ ആർഎംപി നടത്തുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എൻ വേണു വ്യക്തമാക്കുന്നത്. വടകരയിൽ കെ രമയെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു നേരത്തെ ആർഎംപിയുടെ തീരുമാനം എന്ന സൂചനകൾ പുറത്തുവന്നിരുന്നുവെങ്കിലും വടകരയിൽ കെ രമയെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്നാണ് വേണു പറയുന്നത്. അതേസമയം വടകരയുൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസുമായി സഹകരിക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും ചർച്ചയ്ക്ക് കോൺഗ്രസ് മുൻകൈ എടുത്താൽ അക്കാര്യം പരിഗണിക്കുമെന്നും വേണു അറിയിച്ചിരുന്നു. ഇതിനിടയിൽ വടകരയിൽ കെ രമയെ UDF പിന്തുണയോടെ പൊതു സ്വതന്ത്രനാക്കണമെന്ന് ആവശ്യവും ഉയർന്നിരുന്നു. KM ഷാജി ഉൾപ്പെടെയുള്ള ചില UDF നേതാക്കൾ ഈ ആവശ്യം പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ സിറ്റിംഗ് സീറ്റായ വടകര ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. വടകരയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തങ്ങൾക്ക് കൂടി സ്വീകാര്യനായ സ്ഥാനാർത്ഥി വന്നാൽ പൊതു സ്ഥാനാർത്ഥിക്കായി ആർഎംപി സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തയ്യാറാണെന്ന് വേണു വ്യക്തമാക്കുകയും ചെയ്തു. ആർഎംപി നേതാക്കളുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെയായിരുന്നു UDF സ്ഥാനാർത്ഥിയായി ആർഎംപി ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി മുല്ലപ്പള്ളി പിൻവാങ്ങി. ഇതോടെ മുല്ലപ്പള്ളി ഒഴിഞ്ഞത് ജയരാജന്റെ സാധ്യത വർദ്ധിപ്പിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനോടൊപ്പം തന്നെ കെ രമയും മത്സരിച്ചാൽ അത് ജയരാജന് കൂടുതൽ ഗുണകരമായേക്കും. ഈ സാഹചര്യത്തിലാണ് വടകരയിലെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആർഎംപി ആലോചിക്കുന്നത്. ജയരാജന്റെ തോൽവിക്കായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആരു വന്നാലും ആർഎംപി പിന്തുണയ്ക്കാനാണ് സാധ്യത. പ്രവർത്തകർക്കിടയിൽ എതിർപ്പ് ഉണ്ടാകുമെങ്കിലും അക്രമ രാഷ്ട്രീയത്തിനെതിരായ നിലപാട് എന്ന ന്യായീകരണമാവും ആർഎംപി ഈ ഘട്ടത്തിൽ ഉയർത്തിക്കാട്ടുക. കോൺഗ്രസ് മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആർഎംപി എൻ വേണു പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ആർഎംപി പ്രധാനമായും പ്രതിക്കൂട്ടിൽ നിർത്തിയത് പി ജയരാജനെയായിരുന്നു. അതിനാൽ തന്നെ വടകരയിലേക്കുള്ള ജയരാജന്റെ അപ്രതീക്ഷിതമായ വരവ് ആർഎംപി ക്യാമ്പിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം UDFുമായി നീക്കുപോക്കുണ്ടെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ പുറത്തുവന്നിരുന്നില്ല. ആർഎംപി രൂപീകരണത്തിനു ശേഷം എല്ലാ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇത്തവണ മാത്രം ജയരാജന്റെ തോൽവി ഉറപ്പാക്കാൻ UDFിന്റെ പ്രചരണത്തിൽ സജീവമായി പങ്കുചേരുമെന്നാണ് പിന്തുണ നൽകുന്നതിന് വേണുവിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.